ഈ ലോകത്തിൽ നന്മയും തിന്മയുമുണ്ട് എന്നും തിന്മയുള്ള മനുഷ്യർ എപ്പോഴും തിന്മ ചെയ്തുകൊണ്ടിരിക്കുമെന്നും ലോകത്തിൽ തിന്മയുടെ പ്രവൃത്തികൾ സാത്താൻ നടപ്പാക്കുന്നത് തിന്മ നിറഞ്ഞ വ്യക്തികളിലൂടെയാണ് എന്നും നമ്മൾ നന്മ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നന്മയായി വസിച്ചുകൊണ്ട് നമ്മളെ നന്മ ചെയ്യാൻ ശക്തി നൽകുന്നുവെന്നും ഇന്ന് ആഗോള സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുവചനങ്ങളൊക്കെയും പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ആ ഒരു ചിന്തയാണ്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നന്മ ചെയ്യുവാനായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിരന്തരം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഒന്നാമത്തെ വായനയിൽ ആഗോള സഭയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 5 തൊട്ടാണ്. അസീറിയ കർത്താവിൻ്റെ ഉപകരണം, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന മനുഷ്യർ കർത്താവിൻ്റെ ഉപകരണം. അതിലൂടെ തിന്മ ചെയ്യുന്നവരെ അവരിലൂടെ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവ് പലപ്പോഴും അത് അനുവദിക്കുന്നു. തിന്മ അനുവദിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയും, രോഗങ്ങളും സഹനങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ പറയാറുണ്ട്, എൻ്റെ ദൈവം എന്തിനാണ് എനിക്കിത് തന്നത്, ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു തന്നത്. ദൈവം ഒരിക്കലും നമുക്ക് തരുന്നില്ല. ദൈവം ഒരിക്കലും നമുക്ക് നമ്മൾ നശിക്കാനോ നമ്മുടെ വേദനിക്കാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ തന്നെ തെറ്റുകളാണ്, നമ്മളുടെ തന്നെ പാപങ്ങളാണ്, നമ്മൾ മനഃപൂർവ്വം ആയിരിക്കത്തില്ല പലപ്പോഴും നമ്മളുടെ കടന്നു പോകുന്ന സഹനങ്ങളുടെ കാരണമെന്ന്. യാക്കോബ് ലേഖനം 1-ാമത്തെ അധ്യായം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. 13-ാമത്തെ വചനം യാക്കോബ് 1:13 പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അനുതാപമില്ലാതെ പോകുന്ന ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ വീണ്ടും യോഹന്നാൻ സ്ലീഹ പറഞ്ഞ വചനമുണ്ടല്ലോ, യോഹന്നാൻ 3-ാമത്തെ അധ്യായം 16, എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വചനം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അടുത്ത വചനം പറയാണ്, വിശ്വസിക്കാത്തവനോ തൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. യോഹന്നാൻ 3:19 സുവിശേഷത്തിൽ ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. അപ്പോൾ ദൈവം പ്രകാശമാണ്. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം നമ്മൾ വായിക്കുന്നതിനാണ്, ദൈവം പ്രകാശത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു എന്ന് പറയുമ്പോൾ നന്മയും തിന്മയും. പ്രകാശം യേശുവാണ്. യേശുവിനെ എതിർക്കുന്ന ദുഷ്ട അന്ധകാര ശക്തികളാണ് ഇരുട്ട് എന്ന് പറയുന്നത്. അവിടെ ഇരുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പം നമ്മളുടെ പ്രകാശത്തേക്കാൾ കൂടുതലായി അവർ ഇരുട്ടിനെ സ്നേഹിച്ചു, അല്ലെങ്കിൽ തിന്മയെ സ്നേഹിച്ചു. തിന്മ ചെയ്യാൻ യാക്കോബ് പറഞ്ഞ പോലെ തിന്മയെ ഉള്ളിൽ താലോലിച്ചുകൊണ്ട് നടന്നപ്പോൾ ആ തിന്മയിലൂടെയാണ് തിന്മ ഒരു പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചല്ലേ, പാപം ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ പാപം ഒരു നൗണായിട്ടാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപം ഒരു ശക്തിയാണ്. പാപത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മീയ ശക്തി, തിന്മയുടെ ശക്തിയാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചാണ്, കായനോട് കർത്താവ് പറഞ്ഞില്ല, പാപം നിന്റെ മേൽ ശ്രദ്ധ വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണമെന്നൊക്കെ. അപ്പം ആ ഒരു മേഖലയാണ്. അപ്പം നമ്മളതിനെ ജയിക്കാതെ അതിൻ്റെ അടിമത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ എവിടെയെങ്കിലും കീഴ്പ്പെടുത്തും.
നമ്മളെ എവിടെയെങ്കിലും കീഴ്പ്പെടുത്തും. അല്ല, ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചത് ദുഷ്ടന്മാരുടെ നാളുകൾ, അവസാന കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതൊക്കെ തിമോത്തിയോട് 2 തിമോത്തി 3 പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ ദൈവം അല്ല ദൈവം തിന്മ അനുവദിക്കുന്നു. അതെ, ദൈവം തിന്മ തരുന്നില്ല. നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നാം അറിയാതെ ദൈവത്തോട് നമുക്ക് ശത്രുത, ദൈവത്തോട് നമുക്ക് അടുക്കാൻ പറ്റാത്തത്, ദൈവം എന്നെ ശിക്ഷിച്ചു, അല്ലെ ദൈവം എന്നെ കൈവിട്ടു. ദൈവം നമുക്ക് ഏതെങ്കിലും ഒരു തിന്മ സാത്താൻ കൊണ്ടുവരുമ്പോൾ അത് അനുവദിക്കുന്നെങ്കിൽ അതിലൂടെ നന്മയുണ്ടാകുമെന്ന് കരുതി മാത്രമാണ്. നാം ദൈവത്തെ അന്വേഷിക്കുമെന്നും ആ സഹനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ കണ്ടെത്തുമെന്നും അറിഞ്ഞുകൊണ്ട് മാത്രമാണ്. തിന്മ ഉണ്ട് ലോകത്തിലും. തിന്മ ലോകത്തിൽ ഇപ്പോൾ ഇവിടെ യെശയ്യാ പറഞ്ഞതാണെന്ന്, എൻ്റെ കോപത്തിൻ്റെ അസീറിയ അല്ല സിറിയ ഇസ്രായേലിനെതിരെ എൻ്റെ കോപത്തിൻ്റെ ദണ്ഡും രോക്ഷത്തിൻ്റെ വടിയുമാണ് അസീറിയ. ദൈവം കോപിക്കുമാണ്, അല്ലേ? അത് പഴയ നിയമത്തിൻ്റെ ഒരു ലാംഗ്വേജാണ്. അതായത് പിശാചിനെ ദൈവം സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പലരും സൃഷ്ടിച്ചിട്ടില്ല, പിശാച് തന്നെ ഉണ്ടായതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം, എൻ്റെ കോപത്തിന്റെ ദണ്ഡും രോക്ഷത്തിന്റെ വടിയുമാണ് അസീറിയ എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ആക്രമിക്കുന്ന അസീറിയ എൻ്റെ കോപത്തിന്റെ ദണ്ഡും രോക്ഷത്തിന്റെ വടിയുമാണ് എന്നാണ്. എൻ്റെ കോപത്തിന്റെ പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു എന്ന് പറയുമ്പോൾ അനുവദിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ദൈവം തിന്മയെ സൃഷ്ടിച്ചിട്ടില്ല. യാക്കോബ് പറഞ്ഞതുപോലെ ദൈവം തിന്മയായിട്ടുള്ളത് നമുക്ക് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ സ്വയം തിന്മയിലേക്ക് പോകുമ്പോൾ നമ്മളെ ദൈവം അതിന് വിട്ടുകൊടുക്കും. കാരണം നമ്മൾ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല. എത്ര നാൾ ദൈവം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാതെ പോകുമ്പോൾ തിന്മയുടെ പ്രവൃത്തിയിൽ നമ്മൾ പോയി എവിടെയെങ്കിലും സഹനം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മളെ രക്ഷിക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ സഹനത്തിലൂടെ കടന്നുപോയി നമ്മൾ തകർന്ന് വീഴുമ്പോഴാണ് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ ലോകത്തിൽ ആർക്കുമോ നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അറിവിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. എപ്പോഴും ഇസ്രായേൽ ജനം അങ്ങനെയായിരുന്നു. ഒരു സ്വന്തം ഇഷ്ടത്തിന് പോയി പലപ്പോഴും അടിമത്തത്തിലേക്ക്, എവിടെയെങ്കിലും ഫിലിസ്തീനരുടെ അടിമത്തത്തിലേക്ക്, ബാബിലോൺ അടിമത്തത്തിലേക്ക്, റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റുള്ളവരിൽ ആശ്രയിച്ചു പോയപ്പോൾ അത് പിന്നീട് അവർക്ക് വിനയായിത്തീർന്നു, കെണിയായിത്തീർന്നു. കാരണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നൊരു 1-ാമത്തെ കൽപ്പന ലംഘിച്ചാണ് അവർ ലോകത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ അത് തകർച്ചയായി മാറി. കാരണം അത് അവരനുദപിച്ച് തിരികെ വരാൻ വേണ്ടി മാത്രം ദൈവം അനുവദിച്ചതാണ്. ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ യെശയ്യാ 10:7 എന്നാൽ അവന്റെ ഉദ്ദേശം അതെല്ലാം, അവന്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല, നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്, തിന്മയുടെ ചിന്തയാണ്. യോഹന്നാൻ 10 ഈശോ 10-ാമത്തെ വചനം, കള്ളൻ അവൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണ്. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്, അനേകം ജനതകളെ വിച്ഛേദിച്ച് കളയുകയാണ് അവന്റെ ഉദ്ദേശം. അല്ല, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാണ് തിന്മയുടെ ലക്ഷ്യം. അവൻ പറയുന്നു, 13-ാമത് വചനം തുടരുകയാണ്, യെശയ്യാ 10:13. അവൻ പറയുന്നു, എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു, ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. കള്ളൻ വരുന്ന മോഷ്ടിക്കുവാനും നിശബ്ദനാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റിൻ്റെ കരുത്തോടെ താഴെ ഇറക്കി. പക്ഷിക്കൂട്ടിൽ നിന്നതുപോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ഈശോയോട് സാത്താൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മരുഭൂമിയിലെ പരീക്ഷണ സമയത്ത് ലോകത്തിലെ സകല സമ്പത്തും സകല പ്രൗഢിയും സകല ആഡംബരങ്ങളും യേശുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞത് നുണയാണ്. ഏത് മനുഷ്യൻ പൂർണ്ണമായും
സാത്താന്റെ അടിമത്തിലേക്ക് പോയപ്പോൾ ദൈവം മനുഷ്യന് നൽകിയതെല്ലാം സാത്താന്റെ അടിമത്തിലായി. അല്ലെ, പ്രപഞ്ചം പോലും ഇന്ന് സാത്താന്റെ അടിമത്തിലാണ്. കാരണം ആദത്തിന്റെ കയ്യിലാണ് പ്രപഞ്ചത്തെ നോക്കാൻ, സംരക്ഷിക്കാൻ, ഭൂമിയെ കൃഷി ചെയ്യാൻ ഒക്കെയായിട്ട് ദൈവം ഏൽപ്പിച്ചു. ആദം പാപത്തിന് അടിമയായപ്പോൾ ആദത്തിനുള്ളതെല്ലാം സാത്താന്റെ കൈക്കലായി. അപ്പോൾ വഞ്ചിച്ചുകൊണ്ട് കൈക്കലാക്കിയിട്ട് സാത്താൻ പറയാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഈ കാണുന്നതെല്ലാം ഇതെല്ലാം എന്റേതാണ്, നീ എന്നെ വീണ് ആരാധിക്കാമെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. നോക്കണം, ഇന്ന് അനേക മനുഷ്യരെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ആണല്ലത്. എന്നെ വീണ് ആരാധിക്കാമെങ്കിൽ ലോകത്തില് തിന്മയോട് കൂടെ പോവുകയാണെങ്കിൽ എല്ലാം കിട്ടുമെന്നൊക്കെ പറയുന്ന ഒരു മേഖല. ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ ഞാൻ കരസ്ഥമാക്കി, ചിറകനക്കാനോ വായു തുറന്ന് ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ സംരക്ഷണമില്ലാതെ പോയി. പക്ഷിയുടെ കൂട്ടിൽ നമുക്കറിയാം, സാധാരണ ഒരു പാമ്പോ എന്തെങ്കിലും പക്ഷിക്കൂട്ടിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ അതിൻ്റെ തള്ളയും തന്തയും കൂടെ പക്ഷികൾ പറന്നു വന്ന് ബഹളം വെച്ച്, ചിറകനക്കി പറന്നു വന്ന് ബഹളം വെച്ച് ചിലച്ചുകൊണ്ട് ആ പാമ്പിനെ ആക്രമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഇങ്ങനെ തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും സംരക്ഷിക്കാൻ നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതെ കുഞ്ഞുങ്ങളെ പാമ്പ് കൊണ്ടുപോകുന്ന പോലെയാണ് ഇവിടെ ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോയ, ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയി, ദൈവിക സംരക്ഷണത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ സാത്താൻ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചിറകടിക്കാനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വമ്പ് പറയും. അപ്പോൾ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമയക്കും എന്ന് പറയുമ്പോൾ ദൈവം അനുവദിക്കുന്ന, ദൈവം രോഗം തരുന്നില്ല, ദൈവം പരീക്ഷിക്കുന്നില്ല. അപ്പോൾ തിന്മ നമ്മളെ ആക്രമിക്കുക, അവൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. രോഗങ്ങളും അനർത്ഥങ്ങളും യുദ്ധങ്ങളും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മയും അതിൽ മനുഷ്യരിലൂടെ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ തിന്മ കടന്നു വന്നുകൊണ്ട് ടെററിസം ആക്ടിവിറ്റി ലോകത്ത് നടക്കുന്ന എല്ലാം മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യനിലൂടെ തിന്മ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ മനുഷ്യനിലൂടെ നന്മയും പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവം നന്മ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞത്, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് ജയിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, കരുത്തന്മാരെ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമയക്കും, അവരുടെ കരുത്തിനിടയിൽ അഗ്നിജാല പോലെ ഒരു ദാഹശക്തി ജ്വലിക്കുന്നു. തിന്മ അവരെ നശിപ്പിക്കുകയാണ്. തിന്മയ്ക്ക് അധീനപ്പെട്ടു പോകുമ്പോൾ ഈ തിന്മയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. തിന്മയെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. ഈ യെശയ്യാ 14 കുറിച്ച് പറയുന്നുണ്ട്. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം, നമ്മൾ ഈ ലൂസിഫർ പ്രഭാത നക്ഷത്രം ഇവിടെ പറയാണ് യെശയ്യാ 14 എങ്ങനെയാണ് ലൂസിഫർ നല്ല മാലാഖയായിരുന്നവൻ പിശാചായിട്ട് മാറിയെന്ന് യെശയ്യാ 14 പറയുന്നുണ്ട്. 12 വചനം, ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, മോർണിംഗ് സ്റ്റാർ ലൂസിഫർ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് ഉപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വയം ദൈവകൃപ നഷ്ടപ്പെട്ട് ഇരുട്ടായ അന്ധകാരമായി മാറിയ, ഇതാണ് തിന്മയുടെ ഉത്ഭവം. അവിടെ നിന്നാണ് തിന്മ ആരംഭിച്ചത്. അപ്പോൾ ആ തിന്മയാണ് മനുഷ്യനെ ഇന്ന് തിന്മയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ നമ്മളെ ഓർപ്പിച്ചു. സങ്കീർത്തനം 32 3 വചനം ഇങ്ങനെ ഓർപ്പിച്ചു നമ്മളെ, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവന് കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ തിന്മ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നപ്പോൾ തിന്മയാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത്.
എൻ്റെ ശരീരം ദിവസം മുഴുവനും കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ട് എന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട മനുഷ്യര് ദൈവമല്ല രോഗം തരുന്നത്. ഇന്ന് ആഗോള സഭയില് പ്രതിവചന സങ്കീർത്തനം 94:5 മുതലാണ്. കർത്താവേ, അല്ലെങ്കിൽ തിന്മകളുടെ ശക്തികൾ അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവകളെയും വിദേശിയെയും വധിക്കുന്നു, അനാഥരെ കൊന്നുകളയുന്നു. കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. പടുവിഡ്ഢികളെ അറിഞ്ഞുകൊള്ളുവിൻ, ഭോഷരെ നിങ്ങൾക്ക് എന്ന് വിവേകം വരും? ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ? കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ? ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ? അറിവ് പകരുന്നവന് അറിവില്ലെന്നോ? ദൈവം കാത്തിരിക്കുകയാണ് നമ്മൾ നന്മ ചെയ്യുവാനായിട്ട്. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയുമില്ല. വിധികൾ വീണ്ടും നീതിപൂർവമാകും. പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. ആരെനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? അതല്ലേ, ദൈവമാണ് എൻ്റെ സഹായമെന്ന് ദാവീദ് പറയുന്നു. ദൈവമാണ് എന്നെ സഹായിക്കുന്നത്. സുഭാഷിതങ്ങളിൽ 16 പറയുന്നുണ്ട്, ദൈവം അനുവദിച്ചിട്ടാണ് തിന്മ. ദൈവം അനുവദിക്കാതെ തിന്മയ്ക്ക് പ്രവർത്തിക്കാനാകില്ല. ദൈവം പാപം ചെയ്യുന്നില്ല, പാപത്തിന് കൂട്ടുനിൽക്കുന്നില്ല. പക്ഷേ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം പലപ്പോഴും തിന്മയെ അനുവദിക്കുന്നത്. സുഭാഷിതങ്ങൾ 16:4 പറയുന്നു, കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ദൈവം ദുഷ്ടരെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചതിലൊന്നിലും മരണമില്ല, തിന്മയില്ല, അനീതിയില്ല. മനുഷ്യന്റെ സ്വയം തിന്മയിലേക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ദൈവം മകര ഉൽപ്പത്തിയിൽ എല്ലാം നന്നായിരിക്കുന്നതാണ് ദൈവം കണ്ടത്. ദൈവം ഒന്നിലും ദുഷ്ടമായ ഒന്നും കണ്ടില്ല. പക്ഷെ മനുഷ്യൻ അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. തിന്മ കരുത്. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അഹങ്കാരം ഇതാണ് ഇല്ലേ, ലൂസിഫർ പറഞ്ഞതാണ്, ഞാൻ ദൈവത്തിന്റെ മുകളിൽ, ദൈവം അതൊന്നുമില്ല, ഞാൻ അതിനേക്കാളിലൊക്കെ വലുതാണ്. നമ്മുടെ ഉള്ളിൽ എവിടെ അഹങ്കാരമുണ്ടോ അവിടെ ഈ തിന്മയാണ് നമ്മളെ അഹങ്കാരത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ദൈവത്തെ എതിർത്ത ഈ ലൂസിഫർ എന്ന് പറയുന്ന തിന്മയുടെ ശക്തി ഇന്ന് മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അഹങ്കാരം, ഞാൻ ആരെയും മാനിക്കുകയില്ല, ഒന്ന് താഴാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ പോലെ അറിയാം. നമ്മുടെ ഉള്ളിൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു പിരിമുറുക്കിയിരിക്കുന്ന, വേരുപാകിയിരിക്കുന്ന ഒരു പൈശാചിക ബന്ധനം എന്ന് പറയും. നമ്മൾ ശരിക്കും കരയണം, കർത്താവ് എൻ്റെ ദൈവമേ എനിക്ക് എളിമ തരണമേ. എൻ്റെ ഉള്ളിൽ നിന്നും എന്നെ വരിഞ്ഞു മുറുക്കുന്ന ഈ അഹങ്കാരം, ഞാനെന്ന ചിന്ത, മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും മോശമായി കരുതുന്ന, അവരെ ഞാൻ അതിനേക്കാൾ മെച്ചമാണ് ചിന്തിക്കുന്ന ആ ഞാൻ എന്നുള്ള വിചാരത്തിൽ തന്നെ മോചിപ്പിക്കണമേ. ദൈവം ഒരിക്കലും ദൈവത്തിനെതിരായുള്ള ചിന്തയാണ് അഹങ്കാരം. കാരണം ഞാൻ എന്നുള്ള പേര് ദൈവത്തിൻ്റെതാണ് അല്ലേ. മോശയോട് പറഞ്ഞില്ലേ, നിന്റെ പേരെന്താണെന്ന് മോശ പുറപ്പാടിൽ 3 കാണുന്നുണ്ട്. ദൈവത്തെ ചോദിക്കുമ്പോൾ കർത്താവ് ഞാൻ തന്നെ, ദൈവത്തിന്റെ പേരാണ് ഞാൻ എന്നുള്ളത്. സാത്താനത് കൈവശമാക്കാൻ ഞാൻ അഹങ്കരിച്ച്, ഏശയ്യ 14 കേട്ടതുപോലെ, ഞാൻ പ്രഭാത നക്ഷത്രം ലൂസിഫർ, അവൻ പറഞ്ഞു ഞാൻ അത്യുന്നതിന്റെ മുകളിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തെക്കാൾ വലുതാണ് ഞാനെന്ന് അവൻ ചിന്തിച്ചു. ദൈവത്തെ ഭയമില്ലാതെ ഞാൻ എന്ന് പറയാൻ അവകാശമുള്ളത് ദൈവത്തിന് മാത്രമാണ്. നമുക്കാർക്കുമില്ല. നമ്മളൊക്കെ ശ്വാസം മാത്രം. ഞാനെന്ന് പറയാൻ അധികാരമുള്ളത് എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാം സാധ്യമായവനാണ്. മനുഷ്യനായ നമ്മൾ വെറും ഒരു ശ്വാസം, മനുഷ്യനൊരു ശ്വാസം മാത്രം. വയലിലെ ഒരു പുല്ല് പോലെ വാടിപ്പോകുന്ന നമുക്ക് ഞാനെന്ന് പറയുവാനായിട്ട് നമുക്ക് ഒരു അവകാശമില്ല, അല്ലെ, സാധിക്കത്തില്ല. കാരണം
എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് വെടിപ്പൊന്ന് നിന്ന് അപ്പോൾ തീരുന്നതല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാനായിട്ട്, ദൈവം എല്ലാം നിന്റെ ദാനമാണ്, നീ തരാതെ എനിക്കൊന്നുമില്ല എന്ന് ആശ്രയിക്കാം. നമ്മൾ കഴിഞ്ഞ ചിന്തിച്ച് ഏശയ്യ 6-ാമത്തെ അധ്യായം, അരൂപികളായ കോടാനുകോടി മാലാഖമാര് ദൈവിക സാന്നിധ്യത്തിലെ 6 ചിറകുള്ളവരെ അവരുടെ അരൂപികളാണ്, അവർക്ക് ശരീരമില്ല. അരൂപികളായ അവരുടെ ആത്മീയമായ അല്ലെങ്കിൽ തീജ്വാല പോലുള്ള ശരീരത്തിന് അവരുടെ ആ രൂപമുണ്ട്, അവരുടെ മുഖവും കാലും ഒക്കെ ഉണ്ട്. അവിടെ ഏശയ്യ കാണുകയാണ് 2 ചിറകുകൾ, 6 ചിറകുകൊണ്ട് 2 ചിറകുകൾ കൊണ്ട് ദൈവത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ 2 ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മറച്ചു, 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദവും മറച്ചിട്ട് 2 ചിറകുകൾ കൊണ്ട് പരസ്പരം ഹൈഫൈ കൊടുക്കുന്ന പോലെ പരസ്പരം അവർ കൊട്ടി ഉദ്ഘോഷിക്കുകയാണ്, അവിടുന്ന് മാത്രമാണ് പരിശുദ്ധൻ, അവിടുന്ന് മാത്രമാണ് ദൈവം, അവിടുന്ന് മാത്രമാണ് സർവശക്തൻ. ദൂതന്മാർ പോലും ദൈവത്തിന് മുമ്പിൽ തല കുമ്പിട്ട് മുഖം മറച്ച് നിൽക്കുകയാണ്. നിന്റെ പാദങ്ങളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്ന് മോശയോട് പറഞ്ഞ ദൈവം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്പോൾ അഹം നമ്മളിലുണ്ട്, എപ്പോൾ ഞാൻ എന്റേത്, ഞാൻ ഉണ്ടാക്കി എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെ എല്ലാവരേക്കാൾ മെച്ചമാണ് ഞാൻ എന്ന് പറയുമ്പോൾ അത് അഹമാണ്, അല്ലെങ്കിൽ തിന്മയുടെ അരൂപിയാണ്, ദുഷ്ടാരൂപിയാണ്. അത് നമ്മളെ നശിപ്പിക്കും, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കും, വരും തലമുറകളെ നശിപ്പിക്കും, തകർത്ത് കളയും. കാരണം നമ്മൾ കേട്ടു, തിന്മയുടെ സ്വഭാവം അത് പല രീതിയിലായി, രോഗങ്ങളായിരിക്കാം, തകർച്ചയായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, ഏത് രീതിയിലും ഭാവിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഭാവിയിലൊന്നും സുരക്ഷിതമല്ലാത്ത രീതിയിൽ തിന്മ തകർത്ത് കളയും. അപ്പം അത് നമ്മൾ ഇന്ന് നമ്മൾ കർത്താവ് പറയുകയാണ്, നമ്മളുടെ തന്നെ അഹങ്കാരം കൊണ്ടാണ്, നമ്മളുടെ തന്നെ തെറ്റുകൾ കൊണ്ടാണ് നമുക്കിന്ന് വന്നിരിക്കുന്ന അനർത്ഥങ്ങൾ. ദൈവം ഒരിക്കലും നമ്മൾ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ എഫേസോസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചില മനുഷ്യരോട് പറഞ്ഞ് ഒരു രക്ഷയില്ല, എത്ര രക്ഷയില്ല. അവിടെ ഇങ്ങനെയാണ് പറയുക, 1 കൊറിന്തോസിലാണ്, എഫേസോസ് അല്ല, 1 കൊറിന്തോസിൽ 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്തത്, എന്നാൽ ദൈവത്തെ അറിയാത്ത, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ദൈവത്തിന്റെ വചനം അറിയാത്തവരാണ് വിജാതിയർ. വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി അവിഹിത വേഴ്ചയിൽ കഴിയുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായ അപ്പോസ്തലനായ പൗലോസ് പറയാണ് കൊരിന്തോസ് സഭയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെ, കത്തിലൂടെ എഴുതുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തല്ല, പക്ഷേ നിങ്ങളിൽ നിന്ന് ദൂരെയാണ്. പക്ഷേ ഇങ്ങനെ തിന്മയുള്ള സമൂഹങ്ങളിലേക്ക് പറയാണ്, ഞാൻ അവിടെ അടുത്തില്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ തിന്മ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എത്രമാത്രം പറഞ്ഞിട്ടും തിരിച്ചു വരാത്ത, ഇപ്പോഴും തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്താ പറഞ്ഞത്? ആ മനുഷ്യരെ അവന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. നോക്കിയ ദൈവവചനമാണ്, പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ, പിശാച് പ്രവർത്തിച്ചു കഴിയുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു കഴിയുമ്പോൾ അനുതാപത്തോടെ വിളിക്കും ദൈവത്തെ. അതുവരെ ഇങ്ങനെ പോകുമെന്നാണ്. ആ മനുഷ്യന് അവന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടത് എല്ലാ രീതിയിലുണ്ട്. അധമവികാരം ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ ആത്മാവ്, ഓർക്കുക, ജീവിതം തകർന്ന് എല്ലാം പോയി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി, കുടുംബത്തിൽ സമാധാനമില്ല, ഇതെല്ലാം ആയിക്കഴിഞ്ഞാലും അവന്റെ ആത്മാവ്, അല്ലെങ്കിൽ ഈ സഹനത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ അനുഭവിക്കും. അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. ഓർത്ത് നോക്കണം, ദൈവവചനമാണ്. 1 കൊരിന്തോസ് 5-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 5 വരെയുള്ള വചനങ്ങളിലാണ് ഇത് നമ്മൾ കാണുക. അപ്പൊ നമ്മൾ ദൈവം അനുവദിക്കും. കാരണം എന്താ? നമ്മൾ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കും, നമ്മുടെ ആത്മാവ് നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനസ്സില്ലാ മനസ്സോടെ ദൈവം, മുടിയനായ പുത്രൻ വീട്ടിൽ നിന്നും കലഹിച്ചിറങ്ങിപ്പോകുമ്പോൾ അപ്പൻ മനസ്സില്ലാ മനസ്സോടെ അനുവദിച്ചത് അവൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും.
കാരണം പിന്നീട് വചനം പറയുന്നുണ്ട്, അവന് പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ അവന് സുബോധമുണ്ടായി. ആ ഒരു അവസ്ഥ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളെ പലപ്പോഴും തിന്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെ തിന്മ പ്രവർത്തിക്കാൻ അനുവദിക്കും. അല്ലെ, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. നോക്കണം. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് ദൈവമായ കർത്താവ് നമ്മളെ നശിപ്പിക്കാനുള്ള, വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്തെങ്കിലും സഹനങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുള്ളതെന്ന്. ഇന്നത്തെ സുവിശേഷം മത്തായി 11 അധ്യായം 25 യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച്, ബുദ്ധിമാരും വിവേകികളും ലോകത്തിൽ നമ്മൾ അനേകർ പറയുന്നല്ലേ, ശാസ്ത്രം പറഞ്ഞാലേ ശരിയാകുള്ളൂ, ദൈവം പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ശാസ്ത്രം തെളിയിക്കണം എന്ന് പറയുന്ന ചില ബുദ്ധിവാദികളല്ല, യുക്തിവാദികൾ എന്നൊക്കെ പറയും. ദൈവം ഉണ്ട് എന്ന് ഞാനിപ്പോഴും പറയാറുണ്ട്. ദൈവികത അല്ലെ, സ്പിരിച്വാലിറ്റി ഒരു സയൻസ് തന്നെയാണ്. സ്പിരിച്വാലിറ്റി ഒരു സയൻസാണ്, അല്ലേ? നമ്മൾ എല്ലാം സയൻസ് ഇട്ട് പേര് വിളിച്ചുകൊണ്ട് അത് എല്ലാത്തിനും തെളിവുണ്ട്, തെളിയിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തെ മാത്രം നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ അതിന് ഒരു ഉപകരണമില്ല. ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലുമൊക്കെ തെളിയിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ കണ്ടുപിടിച്ച ഉപകരണങ്ങളിലൂടെ പരീക്ഷണങ്ങൾ നടത്തിയൊരു കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കുവാനായിട്ട്. പക്ഷെ ദൈവത്തെ ഈ ഭൂമിയിൽ ആർക്കും അളക്കാൻ പറ്റില്ല. ദൈവത്തെ ആർക്കും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. ദൈവത്തെ മനസ്സിലാക്കാനും ഒരു കാര്യമുള്ളൂ, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുമ്പോൾ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലെന്നാണ് 1 കൊരിന്ത്യർ 2 പൗലോസ്ലീഹ പറയുന്നുണ്ട്. ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ, ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവിലൂടെ അല്ലാതെ ആർക്കാണ് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക? അല്ലേ? 1 കൊരിന്ത്യർ 2 അധ്യായത്തിലാണ്, രഹസ്യവും നിഗൂഢമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിൻ്റെയും യുഗങ്ങൾക്ക് മുമ്പേ ദൈവം നിശ്ചയിച്ചതാണ്. ഈ ലോകത്തിന്റെ അധികാരികളിൽ നോക്കുക, ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കോ ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവരെ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന, അതായത് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പം അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ് തെളിയിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിനുമുമ്പിൽ പരിശുദ്ധാത്മാവ് എന്നൊരൊറ്റ ഉപകരണമാണ് നൽകിയിരിക്കുന്നത്. ദൈവത്തെ മനസ്സിലാക്കാനും അളക്കാനും ഗ്രഹിക്കാനും സാധിക്കണമെങ്കിൽ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇത് വലിയൊരു മേഖലയാണ്. അതുകൊണ്ടാണ് ദൈവമൊന്നുമില്ല, എത്ര നോക്കിയിട്ടും ദൈവത്തെ കണ്ടിട്ടില്ല, തെളിയിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ഒരു കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇത് പറഞ്ഞത് 1 കൊരിന്ത്യർ 2 അധ്യായത്തിൽ 7 തൊട്ട്. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം പരിശുദ്ധാത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു, ഗവേഷണം നടത്തുന്നു. ലോകത്തിൽ എന്തുമാത്രം പണം ചെലവാക്കുന്നുണ്ട് ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്. പലരും ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയില്ല. ദൈവമൊന്നും ഇല്ല, ശാസ്ത്രീയപരമായിട്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമുണ്ട്. ദൈവത്തെ അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവിലേക്ക്, ടേസ്റ്റ് ആൻഡ് സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്, കർത്താവിനെ രുചിച്ചറിയുവിൻ. നമ്മുടെ ആത്മാവിലേക്ക് ദൈവം ആത്മാവായി കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മാവിൽ നമുക്ക് അനുഭവിച്ചറിയേണ്ട
ഒരു സയൻസാണ് പരിശുദ്ധാത്മാവിൻ്റെ സയൻസ്, അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ് എന്ന് ഞാൻ പറയും. അത് നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ എല്ലാ നിഗൂഢ രഹസ്യങ്ങൾ പോലും, അല്ലേ, സോളമനെ കുറിച്ച് പറയുന്നത് അങ്ങനല്ലേ, സോളമനും ജ്ഞാനം, സോളമന്റെ ഉള്ളിലുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. അപ്പൊ സോളമന്റെ ജ്ഞാനം ഗ്രഹിക്കാനും അങ്ങ് ദൂരദേശത്തു നിന്നും എത്രയോ രാജാക്കന്മാരും രാജ്യമാരും വന്നിരുന്നു. ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ജ്ഞാനം അത് സോളമന് ലഭിച്ചത് ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ്. ഇന്ന് ഏതെങ്കിലും മനുഷ്യർക്ക് ശാസ്ത്രത്തിലൂടെ കിട്ടുന്നെങ്കിൽ അത് ദൈവം കൊടുത്തിട്ടാണ്, അല്ലേ? നമ്മൾ കേൾക്കാറുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലേ, കണ്ടുപിടിച്ചിരിക്കുന്നു, അല്ലെ, ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും കണ്ടുപിടിച്ചിരിക്കുന്നു, ആരെങ്കിലും ശാസ്ത്രം ഒരു കാര്യം തെളിയിച്ചു കഴിഞ്ഞു, അതായത് നോബഡി ക്യാൻ ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനെ ഇനിയും പുതുതായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കാനോ ഇപ്പോൾ ഉള്ളതിനെ ഇല്ലാതാക്കാനോ പറ്റില്ല. കാരണം അത് ദൈവം സൃഷ്ടിച്ചതാണ്. അത് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അതായത് മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ചതിനെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയും. കണ്ടുപിടിച്ചു. ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ചു. കാരണം ദൈവം അനാദി മുതലേ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച പല കാര്യങ്ങളും ദൈവം അനുഗ്രഹിച്ചിട്ട് ദൈവത്തിന്റെ കരുണ കൊണ്ട് പല കാര്യങ്ങളും നമുക്കിന്ന് കണ്ടുപിടിച്ചു. നമുക്കിന്ന് അമേരിക്കയിലെ റൈറ്റ് ബ്രദേഴ്സ് എയറോപ്ലെയിൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ പോകുന്നല്ലേ കണ്ടുപിടുത്തത്തിന്റെ നീളം. അതെന്താ? അതിപ്പോഴാണ്. അത് ദൈവം സൃഷ്ടിച്ചതാണ്. പണ്ടേ ദൈവത്തിന്റെ കരുണ കൊണ്ട് അത് കണ്ടുപിടിച്ചത്, ഉപയോഗിച്ച മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്നത് ഉപയോഗിക്കുന്നു. എല്ലാ കണ്ടുപിടുത്തങ്ങളും അല്ലെ കണ്ടുപിടിച്ചു, ഇൻവെന്റഡ്. ഒന്നും ക്രിയേറ്റഡ് എന്ന് പറഞ്ഞില്ല. നത്തിങ് ഈസ് ക്രിയേറ്റഡ്, എവറിത്തിങ് ഈസ് ഇൻവെന്റഡ്. അത് തന്നെ ദൈവം സൃഷ്ടിച്ചതിനെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നു. അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ്. മനുഷ്യന്റെ അന്തർഗതങ്ങൾ വീണ്ടും പറയാണ് പൗലോസ് 1 കൊരിന്തോസ് 2-ാം പറയുന്നുണ്ട്, നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സോളമന് കൊടുത്തതുപോലെ എല്ലാ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സോളമൻ വ്യാഖ്യാനം കൊടുത്തു. എല്ലാത്തിനെ കുറിച്ചും ദൈവത്തിന്റെ ആത്മാവിലൂടെ. അപ്പം ഞാൻ പറയും, ഈ സ്പിരിച്വൽ സയൻസ് എന്ന് തന്നെ വിളിക്കാം. പരിശുദ്ധാത്മാവിനെ ഉണ്ടെങ്കിൽ നമുക്ക് PhD എടുക്കാം. നമുക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സ്പിരിച്വൽ സയൻസിൽ എത്ര ഡിഗ്രി വേണമെങ്കിലും എടുക്കാം. ആർക്കും മനസ്സിലാക്കാത്ത കാര്യങ്ങളെ ദൈവം നമുക്ക് ലോകത്തിന് നന്മയ്ക്കുമായി വെളിപ്പെടുത്തി തരുന്നുണ്ട്, നന്മ ചെയ്യുവാനായിട്ട്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ അന്തർഗതങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളം അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ. നോക്കണം, ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവത്തിന്റെ കാരണം ദൈവത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നമ്മൾ ബയോപ്സി എടുക്കാനായിട്ട് നമ്മൾ നീഡിലിട്ട് വലയെടുക്കുന്ന പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ആർക്കും സാധിക്കയില്ല. അപ്രാപ്യമായ വിശുദ്ധിയും പ്രകാശവുമായവനെന്നൊക്കെ വിളിക്കുന്നവൻ ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരിക. മനുഷ്യന്റെ അന്തർഗതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യേക ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഇത് വലിയൊരു മേഖലയാണ്. അപ്പൊ ദൈവിക സ്പിരിച്വൽ സയൻസ് പഠിക്കണമെങ്കിൽ ദൈവാത്മാവ് നമുക്ക് സഹായകനാണ്, അധ്യാപകനാണ്, ടീച്ചറാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തന്നിട്ട് പോകുന്നു. ഈ ലോകത്തിൽ എത്ര ആർക്കെല്ലാം ശ്രമിച്ചാലും മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരു പ്രൊഫസറിനെ ഞാൻ തന്നിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു സഹായകരെ, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അവനെ സ്വീകരിക്കുകയാണെങ്കിൽ, അവൻ്റെ മുമ്പിൽ നിങ്ങൾ വിധേയപ്പെടുകയാണെങ്കിൽ, ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ മുമ്പിൽ വിധേയപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ വിധേയപ്പെടുകയാണെങ്കിൽ അവൻ ദൈവിക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ആർക്കും മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. മെഡിക്കൽ സയൻസോ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പോലെ തന്നെ സ്പിരിച്വൽ സയൻസുമാണ്. അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുക. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.